ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്നത്തെ നമ്മുടെ കിച്ചണിൽ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള നമ്മുടെ രസഗുല്ലയാണ് തയ്യാറാക്കുന്നത്. നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ട് വളരെ പെട്ടെന്ന് ഈസി വേയിൽ നമുക്ക് ഈ ഒരു രസഗുല്ല തയ്യാറാക്കാം. എല്ലാവരുടെയും ഈ ഒരു പ്രിയപ്പെട്ട രസഗുല്ല നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കുക. അപ്പോൾ വേഗം നമ്മുടെ ഈ ഒരു അടിപൊളി രസഗുള്ളയുടെ റെസിപ്പിയിലോട്ട് ഒന്ന് കിടക്കാം. അപ്പോൾ ഈ ഒരു രസഗുല്ല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത്. നല്ല മഞ്ഞ കളറാണ് നമ്മുടെ ഈ ഒരു പാല്. അപ്പം നമ്മൾ രസഗുല്ല തയ്യാറാക്കിയതിന് ശേഷം അത് നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കിന് കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ഒരു ലൈറ്റായിട്ടൊരു മഞ്ഞ കളറും കൂടെ ഉണ്ടാവും കേട്ടോ. ഈ പശുവിൻ പാലായതുകൊണ്ടാണ്. പിന്നെ നമ്മൾ കുറച്ച് നാരങ്ങ നീര്, അതായത് ഒരു 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പാല് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാല് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇടയ്ക്ക് മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ചെടുക്കണം കേട്ടോ. കാരണം അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം ലോട്ട് ആക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് മുന്നേ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ നീര് നമുക്കിതിലോട്ട് ചേർക്കാം. നാരങ്ങ നീര് ചേർക്കുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് ചേർക്കാം കേട്ടോ. ആദ്യം അധികം ചേർക്കല്, ആദ്യം കുറച്ച് ചേർത്തതിന് ശേഷം പകുതിയോളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ പാല് നന്നായിട്ട് പിരിഞ്ഞ് കേർഡലായിട്ട് വന്നിട്ടില്ലെങ്കിൽ ബാക്കിയും കൂടെ നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ബാക്കിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിലോട്ട് ആക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ഈ ഒരു പാല് പിരിഞ്ഞ് വരുന്നുണ്ട്. അഥവാ നിങ്ങളുടെ പാല് പിരിഞ്ഞ് വരുന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഒരു മുറി നമ്മുടെ നാരങ്ങയും കൂടെ ഒന്ന് പിഴിഞ്ഞെടുത്തോളൂ കേട്ടോ. അതിനുശേഷം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോഴത്തേക്കിനും ഇതാ നോക്കിക്കോളൂ, നമ്മുടെ പാല് ഇവിടെ നന്നായിട്ടൊന്ന് പിരിഞ്ഞ് കേർഡലായിട്ട്, അതായത് പിരിഞ്ഞ് ഇങ്ങനെ കട്ടക്കട്ടായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നന്നായിട്ട് പാല് പിരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഐസ് ക്യൂബ്സ് ഞാനൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇതിലോട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് ഒരു 10 മിനിറ്റ് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ തണുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലോട്ട് സ്ട്രെയിനർ ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു നേരിത്, അതായത് ഒരു കോട്ടൺ ക്ലോത്ത് ആണ്. നിങ്ങൾ തോർത്തോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് അതൊന്ന് യൂസ് ചെയ്തോളൂ. സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സ്ഥിരം പനീർ ഒക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോട്ടൺ ക്ലോത്ത് ആണ്. അതിലോട്ട് നമുക്ക് ഈ ഒരു പനീറിൻ്റെ ബേസ് നമുക്ക് ഒഴിച്ച് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, നല്ല മഞ്ഞ കളറിലാണ്. പശുവിൻ പാൽ ആയതുകൊണ്ടാണ് ഈ ഒരു കളർ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ സാധാരണ മിൽമയുടെ ആണെങ്കിൽ വൈറ്റ് കളറായിരിക്കും. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് തണുത്ത വെള്ളം കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുന്ന പോലെ, അതായത് ആ ഒരു പുളിപ്പുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മാറിക്കിട്ടും. പിന്നെ ചൂടാണെങ്കിൽ നമുക്ക് വീണ്ടും ഇത് അധികം ഒന്ന് കുക്കാവുന്ന പരുവത്തിലാവാണ്ട് തന്നെ നമുക്ക് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ അത് തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തുണി ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ റാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമയം എല്ലാം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളം ഇല്ലേ, ഈ ഒരു വെള്ളം നമുക്ക് ചപ്പാത്തി മാവ് കുഴയ്ക്കാനോ അല്ലെങ്കിൽ ഫേസിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാനോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വാട്ടറാണ് നമ്മുടെ ഈ ഒരു നമ്മൾ പനീറായി കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ വെള്ളം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എന്തായാലും മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ ചപ്പാത്തിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ട്രെയിനറിൻ്റെ മേലിൽ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ആ പനീറിൻ്റെ ബേസ് വെക്കുക. ഇത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പനീർ ചെയ്യുന്ന എങ്ങനെയാണ് പനീർ തയ്യാറാക്കുന്നത് ആ ഒരു സെയിം രീതിയിലാണ് കേട്ടോ. ഞാൻ ചെയ്യുന്ന രീതിയിലൊന്ന് ചെയ്തോളൂ കേട്ടോ. ഇനി ഒരു 10 to 15 മിനിറ്റ് നമുക്ക് റെസ്റ്റിന് വെക്കാം. ഇനി ഒരു 15 മിനിറ്റ് ശേഷം നമ്മൾ ഇതൊന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ പനീറിൻ്റെ ബേസ് റെഡിയായോ നമുക്ക് നോക്കാം. എന്നാൽ നോക്കിക്കോളൂ, ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിൻ്റെ മേലെ നമ്മൾ ആ ഒരു തുണിയിൽ നിന്ന് നമുക്ക് ആ ഒരു പനീറിൻ്റെ ബേസ് ഒന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു ബേസ് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മോയ്സ്റ്റ് ആയിട്ട് തന്നെയാണ്, അധികം വെള്ളം നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടില്ല. നല്ല മോയ്സ്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്, നമുക്ക് റെഡിയായി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ബൗളിലോട്ട് ആക്കിയതിന് ശേഷം കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഞെരടി നന്നായിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിന് ശേഷം കൈ കൊണ്ട് നല്ല സോഫ്റ്റ് ഡോ ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കൈൻ്റെ പത്തിയും കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലൊരു സോഫ്റ്റ് ഡോ ആവുന്നിടം വരെ വേണം നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം.
ഇനി നമുക്ക് കൈ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെയും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടും ആ ഒരു തരിതരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറി നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിക്കോളും. ഇതുപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം നല്ല ഡോ പരുവത്തിൽ ഇതുപോലെ നമുക്ക് ആയി കിട്ടും കേട്ടോ. ഇനി ഇതുപോലെ ആയതിന് ശേഷം നല്ല സോഫ്റ്റായിട്ട് നോക്കിക്കോളൂ. ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ നിങ്ങൾക്ക് നോക്കിക്കോളൂ, ഇതുപോലെ സോഫ്റ്റായി കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ചെറിയ ചെറിയ ബോൾസ് ആക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് ഒന്ന് റെഡിയാക്കി വെക്കാം. അതിനുശേഷം കുഞ്ഞു കുഞ്ഞു ബോൾ, നമ്മുടെ ബോളിന് എത്ര സൈസ് വേണം ആ ഒരു സൈസിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാം. പൊട്ടലൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി എടുക്കാം. സൈസ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച്, കാരണം നമ്മൾ പഞ്ചസാര പാനിലോട്ട് ആഡ് ചെയ്യുമ്പോൾ ഇത് ഡബിൾ ദ സൈസ് ആവും. സോ നമ്മൾ നമ്മുടെ ആവശ്യം അനുസരിച്ച് ആ ഒരു സൈസ് ആക്കിയെടുക്കാം. ഇത്രയും വലുപ്പത്തിൽ ഞാൻ ആക്കിയെടുക്കുന്നുണ്ട്. എല്ലാം നമുക്ക് ബോൾസ് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഇതൊരു നനഞ്ഞ കോട്ടൺ ക്ലോത്തും കൊണ്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഉണങ്ങേണ്ട വശം ഒന്ന് മുകൾ ഭാഗം ഉണങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കാം. ഞാൻ പാല് കാച്ചി ആ ഒരു ബൗൾ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ബൗൾ എടുക്കുക. ആ ബൗളിലോട്ട് ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ 1 കപ്പ് പഞ്ചസാര ചേർത്തതിന് ശേഷം ഇതിലോട്ട് ഒരു 2 കപ്പ് വെള്ളവും കൂടി നമുക്ക് ചേർക്കാം. പഞ്ചസാരയുടെ ടേസ്റ്റ് നിങ്ങളുടെ സ്വീറ്റിൻ്റെ ആ ഒരു ടേസ്റ്റിൻ്റെ അനുസരിച്ച് വേണം നിങ്ങൾ യൂസ് ചെയ്തുള്ളൂ കേട്ടോ. ഇവിടെ മധുരം വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ 1 കപ്പ് പഞ്ചസാരയും 2 കപ്പ് വെള്ളവുമാണ് ചേർക്കുന്നത്. അതിനുശേഷം ഒരു 2 ഏലക്കായ എടുക്കുക. അതിൻ്റെ മേൽഭാഗം ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളത്തിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഏലക്കായപ്പൊടി യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെസ്റ്റ്. കാരണം നമുക്ക് രസഗുള തയ്യാറാക്കിയതിന് ശേഷം ഏലക്കായപ്പൊടി ഇങ്ങനെ കറുത്ത് മോൾ വശം വരും. അതുകൊണ്ട് നമുക്ക് ഏലക്കായ ഇതുപോലെ ഡയറക്റ്റ്ലി ഒന്ന് പൊട്ടിച്ച് ജസ്റ്റ് അതിൻ്റെ മേൽഭാഗം പൊട്ടിച്ച് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു ബോയിൽ വരുന്നിടം വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു ബോയിൽ വന്നിട്ടുണ്ട്. നോക്കിക്കോളൂ, നല്ലപോലെ ബോയിലായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ രസഗുള്ളയുടെ ബോൾസ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പതിയെ ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബോൾസ് എല്ലാം ഇതുപോലെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് ബോയിൽ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ബോയിൽ ആകുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ ഒരു രസഗുളയുടെ ആ ബോൾസ് ഡബിൾ ദ സൈസായി നന്നായിട്ടൊന്ന് ആ ജ്യൂസി ടെക്സ്ചറിലോട്ട് ഒന്ന് മാറി കിട്ടും. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കാം. നോക്കിക്കൊള്ളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഡബിൾ ദ സൈസ് നമ്മുടെ ബോൾസ് ഇവിടെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്റ്റൗവിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നോക്കിക്കൊള്ളൂ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ, നന്നായിട്ടൊന്ന് ബോൾസൊക്കെ നല്ല വലിപ്പത്തിലായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബോൾസ് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഐസ് വെള്ളം കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ ഒരു ബോൾസ് എല്ലാം ഷുഗർ സിറപ്പിൽ നിന്ന് ആ ബോൾസ് എല്ലാം ഈ ഒരു തണുത്ത വെള്ളത്തിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം നന്നായിട്ട് വെള്ളം വലിക്കുകയും ചെയ്യും. അതിനുശേഷം നമ്മുടെ ആ ഒരു ബോൾസിന് നല്ലൊരു സോഫ്റ്റ്നെസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബോൾസ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നോക്കിക്കോ, ഒരു നല്ല എന്ത് സോഫ്റ്റാണ് നമ്മുടെ ഈ രസഗുള റെഡി ആയിരിക്കുന്നത്. ഇതുപോലെ നല്ല സ്ക്വീസ് ചെയ്യുമ്പോൾ ആണെങ്കിലും നന്നായിട്ട് വെള്ളം വരികയും ചെയ്യും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബോൾസ് എല്ലാം വേറൊരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ തണുത്ത വെള്ളത്തിൽ നിന്ന് നമ്മുടെ ബോൾസ് എല്ലാം രസഗുളയുടെ ആ ബോൾസ് എല്ലാം ഞാനൊരു ബൗളിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. ബോൾസ് എല്ലാം നമ്മുടെ ബൗളിലോട്ട് ആക്കിയതിന് ശേഷം നമ്മളത് കുറച്ച് മുന്നേ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഷുഗർ സിറപ്പ് നമുക്ക് ഈ ഒരു ബോൾസിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മേലിൽ നിന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതൊരു അരമണിക്കൂർ നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ബോൾസ് കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് വീർത്ത് വരും. അപ്പം നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു അരമണിക്കൂറിന് ശേഷം ഒന്ന് നോക്കാം കേട്ടോ. അരമണിക്കൂറിന് ശേഷം നോക്കിക്കോളൂ, ലിഡ് ഓപ്പൺ ചെയ്യാം. വാവ്, നല്ല സൂപ്പറായിട്ട് നന്നായിട്ട് ബൾജായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ രസഗുള ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോക്കുമ്പോൾ തന്നെ നല്ല കഴിക്കാൻ തോന്നില്ല, നല്ല ജ്യൂസി ആയിട്ട് തന്നെ ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരെണ്ണം എടുത്തിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തൊന്ന് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊന്നും കാണിച്ചു തരാം. നോക്കിക്കൊള്ളൂ, നല്ല ജ്യൂസി ആയിട്ട് തന്നെ രസഗുളയാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. വാവ്, നോക്കിക്കോളൂ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതൊരു ഉള്ളിൽ നല്ല മഞ്ഞപ്പ് കളർ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു രസഗുള പശുവും പാലും കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് മഞ്ഞ കളറായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് ഒരു മഞ്ഞ കളർ നടുവശത്ത് നമുക്ക് കാണുന്നത്. ഉള്ളിൽ നിന്ന് നമുക്ക് കാണാം നല്ല ലേയേഴ്സ് പോലെയാണ് തോന്നിയിരിക്കുന്നത്. അപ്പോൾ
അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് റോസ് പെറ്റൽസും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നട്ട്സൊക്കെ വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് സെറ്റ് ചെയ്തോളൂ കേട്ടോ. ഞാനിവിടെ റോസ് പെറ്റൽസ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇന്നത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് തന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.